എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് IFB ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഈ PCB ഓണല്ല, പവർ പ്രോബ്ലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലം ഒന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഒന്ന് പവർ കൊടുത്ത് നോക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ 4 പിന്നിൽ ആദ്യത്തെ 2 കണക്ഷനാണ്, ന്യൂട്രൽ ഫേസും അതിൽ വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സീരിയൽ കണക്ഷൻ കൊടുത്ത് നോക്കാം. സീരിയലിൽ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ ബട്ടൺ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഡയൽ വർക്ക് ചെയ്യുന്നില്ല, 3 സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ പവർ സെക്ഷനാണ് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത്. പവർ സെക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗം ഇത്രയും കട്ട് ചെയ്യും. ഇത്രയും കട്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള സപ്ലൈ, അതായത് ഇൻപുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, നമ്മുടെ ചോപ്പർ എന്നുള്ള 12 വോൾട്ട് 5 വോൾട്ട് ഈ 2 വോൾട്ടേജും കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് പവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറിലോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ പവറാണ്. അപ്പോൾ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ബോർഡിൻ്റെ പവർ സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചോപ്പർ. ഇത് ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററാണ്, 2 എണ്ണം. ഇത് വന്നിട്ട് 450 വോൾട്ട് 22 മൈക്രോ ഫാരഡിൻ്റെ 450 വോൾട്ട്. അത് ആ കപ്പാസിറ്ററിൻ്റെ ഈ കണക്ഷനാണ്. ഇത് 2 ലെഗ്, ഇത് രണ്ടും ഒരു കപ്പാസിറ്ററിൻ്റെ ലെഗ്, ഇത് രണ്ടും ഒരു കപ്പാസിറ്ററിൻ്റെ ലെഗ്. ഇത് നമ്മുടെ സ്വിച്ചിങ് IC ആണ്. 2 3 4 ഇതും 1 2 3 ഔട്ട്പുട്ടിൽ 3. ഇത് ചോപ്പറിൻ്റെ കണക്ഷനാണ്. ചോപ്പറിൻ്റെ കണക്ഷനിൽ ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് കോമൺ ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു കണക്ഷൻ, ഒരു ഡയോഡ് ഇട്ട് ഇവിടെ വരും, ഒരു ഡയോഡ് ഇവിടെ ഇങ്ങനെ വരും. ഈ 2 ഡയോഡാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്, ഈ ഒന്നിതും. അപ്പോൾ സപ്ലൈ കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഫിൽട്ടർ ക്യാപ്പിലുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജും ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്റർ DC മോഡിലിട്ടിട്ട് ചെക്ക് ചെയ്യണേ. ഈ ഒരു കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് 156. ഈ ഒരു കപ്പാസിറ്ററിൽ 156. ഇതിൻ്റെ 310. അതായത് ഈ 2 കപ്പാസിറ്ററും സീരിയലായിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ സെക്കൻഡറി സൈഡിലുള്ള സ്വിച്ചിങ്ങിന് ശേഷമുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യും. അവിടെ 0.5 വോൾട്ട്, അടുത്തതില്ലെങ്കിൽ ഒരു വോൾട്ടേജും ഇല്ല. ഇനി ചെക്ക് ചെയ്യാനുള്ളത് നമുക്ക് കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂറ്റിയിൽ നമുക്ക് ബീപ്പ് മോഡിലിട്ടിട്ട് ഓക്കെ. അപ്പോൾ സെക്കൻഡറി സൈഡിൽ കോമണിൽ വെച്ചിട്ട് ഈ ഡയോഡ് ചെക്ക് ചെയ്യാം. ഈ ഡയോഡിൽ ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല, ഈ ഡയോഡിലും ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഡിസ്ചാർജ് ആയെന്ന് നോക്കാം. വോൾട്ടേജ് മുഴുവനായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കണ്ടിന്യൂറ്റി, ചോപ്പറിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാം. ചോപ്പറിൻ്റെ കണ്ടിന്യൂറ്റി ഓക്കെയാണ്, ഈ സൈഡും ഓക്കെയാണ്. സെക്കൻഡറി സൈഡ് ഓക്കെ. അപ്പോൾ ചോപ്പർ വർക്കിംഗ് കണ്ടീഷനാണ്. ഇനി അടുത്തത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ പവർ സപ്ലൈയുടെ ഇഷ്യൂ തന്നെയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് സപ്ലൈ ഇല്ല,
ഇവിടെ ഈ ചോപ്പറിന് ചോപ്പർ നമുക്ക് ഇവിടെ ഈ സ്വിച്ചിങ് ഐ സിയിലോട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ കപ്പാസിറ്റർ വരുന്നുണ്ട്. ആ കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് അവിടുത്തെ ഡയോഡും ഓക്കെയാണ്. നമ്മൾ ഇനി പവർ കൊടുത്തിട്ട് ആ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു സൈഡിൽ വോൾട്ടേജ് ഒട്ടും തന്നെ ഇല്ല. ഇവിടെ നമുക്ക് 0.5 കിട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ 0 വോൾട്ടേജാണ്. അതായത് നമുക്ക് ഈ ഒരു ഡയോഡിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ ആണ് ഡൗട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഡയോഡ് കംപ്ലൈൻ്റ് ഇല്ല, പ്രൈമറി സെക്ഷനിലും കംപ്ലൈൻ്റ് ഇല്ല, ഒന്നും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ കമ്പോണൻസോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. സെക്കൻഡറി സൈഡിലും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഐ സി സ്വിച്ചിങ് ആവാത്തതാണ് പ്രശ്നമെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഐ സി ഒന്ന് മാറ്റി നോക്കാം. ഐ സി എന്ന് പറയുന്നത് ഇവിടെ സ്വിച്ചിങ് ഐ സി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറിയ ഐ സി ആണ് ഈ കാണുന്ന ഈ ഐ സി. നമുക്കൊന്ന് മാറ്റി നോക്കാം. ഈ ഐ സിയുടെ നമ്പർ ഇതിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് LNK364PN എന്നുള്ള ഒരു നമ്പർ ഐ സി ആണ്. അപ്പോൾ ഈ ഐ സി ഇളക്കിയിട്ട് നമുക്ക് ഈ ഐ സി ഇളക്കി മാറ്റിയിട്ട് വേറെ ഐ സി, പുതിയൊരു ഐ സി ഫിറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ ഐ സിയുടെ സൈഡിനായിട്ട് SMD കമ്പോണൻസുകൾ ഉണ്ട്. അപ്പോൾ അത് ഇളകി പോവാതെ വേണം ഈ ഒരു ഐ സി ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഇവിടെ ഇരുന്ന ഐ സി നമ്മൾ ലെഗ് ഒടിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ സൈഡ് മൊത്തവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ലെഗ് ഒടിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ലെഗിൻ്റെ പീസുകളുണ്ട്, അതെല്ലാം സോൾഡർ ചെയ്തെടുത്ത് അത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇത് മൊത്തം ക്ലിയറായിട്ട് ഹോളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി ആ ഐ സി, പുതിയൊരു ഐ സി അതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഇതാണ് LNK364PN. അതാണ് ഈ ഐ സിയുടെ നമ്പർ. ഇനി അത് നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഐ സി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പുതിയ സ്വിച്ചിങ് ഐ സി പിടിപ്പിച്ചിട്ടുണ്ട്, സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇനി അത് നമുക്ക് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ബീപ്പ് ശബ്ദം കേട്ടു.
ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്തും കൂടെ നോക്കാം. വോൾട്ടേജ് എന്തെങ്കിലും ഫ്ലക്ച്വേഷനോ വേരിയേഷനോ ഉണ്ടാകുന്നു. അത് ഔട്ട്പുട്ടിലുള്ള കറക്റ്റ് 12 വോൾട്ടും വന്നിട്ടുണ്ട്, 5 വോൾട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡയൽ തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മാറുന്നുണ്ട്. സ്റ്റാർട്ടായി. ഓക്കെ, അപ്പോൾ ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ആദ്യം കണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് മെമ്മറി പവർ ആയിരിക്കും ഇതിനകത്ത് നേരത്തെ ആദ്യം കണ്ടത്. ഇപ്പോൾ ഈ ബോർഡ് ഫുള്ള് കറക്റ്റായിട്ട് ഓൺ ആവുന്നുണ്ട്. ഡയലെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ IFBയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ബോർഡ് പവർ സപ്ലൈ ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ സ്വിച്ചിങ് IC മാറിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.